കായംകുളം തീർത്ഥംപൊഴിച്ചാലുമൂട് റെയിൽവേ സ്റ്റേഷൻ റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും നടപടി ഉണ്ടാകുന്നില്ല. 1.5 പതിറ്റാണ്ടോളമായി റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണെങ്കിലും അധികൃതർ അവഗണന തുടരുകയാണ്. കായംകുളം തീർത്ഥംപൊഴിച്ചാലുമൂട് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഈ കാണുന്നത്. റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 1.5 പതിറ്റാണ്ടോളമാകുന്നു ഇത്തരത്തിൽ റോഡ് ആയിട്ട്. സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്ന റോഡിൽ വലിയ വെള്ളക്കെട്ടുകളാണ് ഉള്ളത്. റോഡിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. റോഡിലെ വെള്ളം ഒഴുക്കിവിടാൻ നഗരസഭയിൽ നിന്നുമൊക്കെ ജീവനക്കാർ എത്താറുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് ആരോ തടയിടുന്നതായാണ് തങ്ങൾ കരുതുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കായംകുളം തീർത്ഥംപൊഴിച്ചാലുമൂടിന് കിഴക്കുവശമുള്ള കായംകുളം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സഞ്ചാരയോഗ്യമല്ലാതെ ആയി കിടന്നിട്ട് 15 വർഷത്തോളം കാലമായി. ഇവിടെ വെള്ളക്കെട്ടുകളാണ്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ഒക്കുന്ന സംവിധാനങ്ങളില്ലാത്തതാണ്. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കോ പരിസരവാസികൾക്കോ മറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവർക്കോ യാത്ര ചെയ്യാൻ ഒക്കാത്ത രീതിയിലുള്ളതും സഞ്ചാരയോഗ്യമല്ലാത്തതും വാഹനങ്ങൾ വന്നാൽ ഇവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നതും ആ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലൈൻറ്റ് പല വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ടില്ല. തെക്കോട്ടുള്ള ഈ ഒരു വർഷമാണ് ഇത്രയും രൂക്ഷമായിട്ട് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ 1 മണിക്കൂർ മഴയില്ലെങ്കിൽ വെള്ളം കുറച്ച് വലിയുമായിരുന്നു. ആ വലിവ് ഇപ്രാവശ്യമില്ല. പൂർണ്ണമായിട്ട് ഈ ഓട നീരൊഴുക്ക് തടഞ്ഞു കിടക്കുകയാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്ന് നോക്കിയിട്ട് അത് വെട്ടിവിടാൻ പോയിട്ട് അത് തടസ്സപ്പെട്ടത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മേളിൽ നിന്നൊരു ഉദ്യോഗസ്ഥനോ വാർഡ് കൗൺസിലോ ആരും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. അവർ 2 പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്റ്റാഫ് വെട്ടിവിടാൻ വേണ്ടി വന്നിട്ട് അവർ തിരിച്ചു പോയതാണ്. ഇത് ശാശ്വതമായൊരു പരിഹാരം വേണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോട് വന്നിട്ട് ഇത് എങ്ങോട്ട് ഒഴുക്കി വിടാമെന്നുള്ളൊരു പഠനം ഇപ്പം നടത്തണം. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇവിടെ വരാറില്ല, നോക്കാറില്ല. അന്നുള്ള സമയത്ത് ആരെങ്കിലും വന്ന് വെള്ളം വെട്ടിവിട്ട് പോകുവാൻ. വെള്ളം വെട്ടിവിടുന്നതിന് മുമ്പ് എൻ്റെ ജോലി രാവിലെ വെളുപ്പിന് എണീറ്റ് ഞാൻ ഇവിടെ എല്ലാം വെള്ളം വെട്ടിവിടുവാൻ. ഇപ്പം അങ്ങനെ വെട്ടിവിട്ടാലും പോകാത്ത അവസ്ഥയാണ്. അടുത്ത ഓടയുമായി ഇത് കണക്ട് ചെയ്ത് വിശാലമായ ഓട അടുത്ത ഒരു ഓടയായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ വെള്ളം പോകത്തുള്ളൂ. ഈ വർഷം വലിയ വെള്ളക്കെട്ടാണ് റോഡിലുണ്ടായിരിക്കുന്നത്. ഓടയിലെ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. റോഡിനോട് ചേർന്നുള്ള ഓട സ്ഥലത്തെ മറ്റൊരു ഓടയുമായി ബന്ധിപ്പിച്ചാലേ ഒഴുക്ക് സുഗമമാകുകയുള്ളൂ. എന്നാൽ അത്തരം സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളിൽ ചിലർ വസ്തു നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭ 14, 15 വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. 14ാം വാർഡ് കൗൺസിലർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും എന്നാൽ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ചെട്ടുകുളങ്ങര വഴിയുള്ള കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ എത്തുന്നവർക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. കായംകുളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് ടൗണിൽ ചുറ്റിത്തിരിയാതെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്നെത്താനും ഈ റോഡ് ഉപകരിക്കുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദൈനംദിനം ഇതുവഴി കടന്നു പോകുകയും ചെയ്യുന്നു. എന്നാൽ റോഡിന്റെ ശോച്യാവസ്ഥ ഇവരെയെല്ലാം ബുദ്ധിമുട്ടിക്കുകയാണ്. കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. രോഗബാധിതരും വയോധികരും ഈ പ്രദേശത്ത് ഏറെയുണ്ട്. ഇവരുടെ യാത്രയും ദുരിതത്തിലാണ്. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. നമുക്ക് സൂര്യാവസ്ഥയിൽ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ ഒക്കുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പുറത്തുള്ള വീടുകളിൽ ഇടയ്ക്കൂടെ കയറിയാണ് ഞങ്ങൾ ഇവിടെ വരികയും പിടിക്കുകയും ചെയ്യുന്നത്. വലിയ വിഷമം. പിന്നെയാണ് സ്കൂൾ കുട്ടികൾ അമ്മയും മക്കളും എല്ലാം കൂടെ സ്കൂളിൽ വരുന്നുണ്ട്. അവർക്ക് ആർക്കും കൂടെ പോകാൻ പറ്റുന്നില്ല. ഇവിടെ 14ഉം 15ഉം വാർഡിൻ്റെ അതിർത്തിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 14ാം വാർഡിലെ കൗൺസിലർ കഴിഞ്ഞ ദിവസം എല്ലാം വന്ന് അൻസാരി ആണ് ഈ 14ാം വാർഡിൻ്റെ കൗൺസിലർ. പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് ഈ കാര്യത്തിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്നും വിചാരിച്ച് തന്നെ ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. 15ൽ ആരും തന്നെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. കാരണം അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെല്ലാവരോടും പരാതി പറയുന്നു. കാരണം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എല്ലാവരോടും വിളിച്ച് പറയുന്നു. ഇത്രയും വീട്ടുകാർക്ക് ഒരു 10-30 വീട്ടുകാർ ഈ ചുറ്റുപാടും താമസിക്കുന്നവരുണ്ട്. ആർക്കും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുക. ഇതിപ്പം മഴ ഒന്ന് തുടക്കം കുറിച്ചതേ ഉള്ളൂ. കാലവർഷം വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് പോലും പറയാനൊക്കുന്നില്ല. വളരെ വിഷമമുണ്ട്. ഇതിനെന്തെങ്കിലും അധികാരപ്പെട്ട ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. CDNet ന്യൂസ്, കായംകുളം.